ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാർച്ചർ എന്ന് പറഞ്ഞ കമ്പനിയുടെ, അതായത് ജർമ്മൻ ബ്രാൻഡാണ് കാർച്ചർ. കാർച്ചർ എന്ന കമ്പനിയുടെ സ്റ്റീം ക്ലീനറാണ്. അതിൽ SC2 എന്ന് പറഞ്ഞ മോഡലാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ജസ്റ്റ് ഞാൻ പ്രോഡക്റ്റിലൂടെ കാണിച്ചു തരാം. ഇത് സ്റ്റീം ക്ലീനറാണ്. ഇതിന്റെ ബേസിക് അഡ്വാൻറ്റേജ് 99% നമ്മുടെ ബാക്ടീരിയാസ് ഇതുവഴി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കില്ല് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ബേസിക് അഡ്വാൻറ്റേജ്. ഇത് വരുന്നത് 1500 വാട്ട്സിന്റെ മെഷീനാണ്. 1500 വാട്ട്സ് ആണ്. 1 ലിറ്ററാണ് നമ്മുടെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. മാക്സിമം സ്റ്റീം പുറത്തോട്ട് വരുന്നത് 3.2 ബാറാണ്. അതായത് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പ്രഷറാണ് ഈ പറയുന്ന 3.2 ബാർ. ഇതിനകത്ത് വരുന്നത് 4 നോസിൽസ് ആണ് വരുന്നത്. ഒന്ന് വന്നിട്ട് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാം. ഈ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കത് ഡിസിൻഫെക്റ്റ് ചെയ്യുകയാണ്. ബാക്ടീരിയ എല്ലാം ഉള്ളതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഹാൻഡ് നോസിൽ നമ്മൾ ബേസിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ബാത്റൂമിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീല് അല്ലെങ്കിൽ ടൈൽസിൽ ഒക്കെ വരുന്ന ഈ സോപ്പ് വെള്ളം വീണിട്ട് മാർക്കിങ്സ് വരും. അതെല്ലാം നമുക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ വരുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ഹാർഡ് വാട്ടർ വരുന്ന സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെഡ് കളറിലൊക്കെ ബാത്റൂമിലെ ടൈൽസിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് ഇതുപോലത്തെ സ്റ്റീം ക്ലീനർ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ബേസിക് അഡ്വാൻറ്റേജ്. പിന്നെ വരുന്ന വുഡൻ ഫ്ലോർ, നമ്മൾ ഈ ഔട്ട്സൈഡ് പുറത്തൊക്കെ ഉള്ള രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ വുഡൻ ഫ്ലോർ ആണ് കൂടുതൽ. അപ്പോൾ അതിനകത്ത് വരുന്ന പൂപ്പല്, ഫംഗസ്, ഇതൊക്കെ ബാക്ടീരിയ, ഇതെല്ലാം നമുക്ക് ഇതുപോലത്തെ സ്റ്റീം ക്ലീനർ വെച്ചാണ് അവർ ക്ലീൻ ചെയ്യുന്നത്. അതിനാണ് ബേസിക്കലി ഈ സാധനം പ്രോഡക്റ്റ് പോകുന്നത്. പിന്നെ നമ്മുടെ മാർക്കറ്റിൽ പോകുന്നത് കാറിന്റെ ഇന്റീരിയറൊക്കെ ചെയ്യാൻ നേരത്തെ സ്റ്റീം ക്ലീനർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പർപ്പസിനൊക്കെ നമുക്ക് ലെതർ സീറ്റ് അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിന്റെ അൺബോക്സ് ചെയ്ത് നമുക്ക് ഇതിന്റെ വീഡിയോ കാണാം. ഇതിൽ തന്നെ അവർ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ബാത്റൂം ഫിറ്റിംഗ്സ് ക്ലീൻ ചെയ്യുന്നത്, ഗ്ലാസ് ക്ലീൻ ചെയ്യുക, വുഡൻ ഫ്ലോർ ക്ലീൻ ചെയ്യുക, ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചാണ്. ഇതിൻ്റെ മുകളിലോട്ട് പല റേഞ്ചസ് ഉണ്ട്. അതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. SC3, SC4, SC5, SC6 ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നേരത്തെ വന്നുകൊണ്ടിരുന്നത് യെല്ലോ കളറാണ്. ഇപ്പോഴത്തെ ന്യൂ മോഡൽസ് വരുന്നത് വൈറ്റ് കളറിലാണ് വരുന്നത്. ഒരു ക്ലോത്ത്, ഇത് ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള, ഇത് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ആ പാഡിന്റെ പുറത്തിടാനുള്ള സാധനമാണ്. ഇത് നോസില്, ഇത് അതിന്റെ സ്റ്റിക്കാണ്, ലെങ്ത് കൂട്ടാൻ 2 സ്റ്റിക്ക് വരും. വീല്, ഇതാണ് മെഷീൻ. ഇത് ബ്രഷ്, ഇതൊരു റൗണ്ട് നോസിലാണ്. ഇത് ചെറിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈ ബാത്റൂമിന്റെ ഒക്കെ ഫിറ്റിങ്സിലൊക്കെ വരുന്ന ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുന്ന നോസിലാണ്, ചെറിയ നോസിൽ. ഇതൊരു വീലാണ്, ഇത് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള. ജസ്റ്റിന് ഇതാണ് ആക്ച്വലി ഇതിന്റെ മെഷീൻ. നമുക്ക് ഇവിടെയാണ് ഇതിന്റെ വെള്ളം നമ്മൾ ഒഴിക്കുന്നത്. ഇവിടെയാണ് ഒഴിക്കുന്നത്. 1 ലിറ്ററാണ് ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. വൺസ് എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത്, വൺസ് ഇത് നിങ്ങൾ വെള്ളം ഒഴിച്ച് ക്ലോസ് ചെയ്തതിന് പിന്നെ ഇതിന് ഇടയ്ക്ക് വെച്ച് ഇത് തുറക്കാൻ പറ്റില്ല. ഇത് ലോക്കാവും. തുറക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് തുറക്കാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കുക, അങ്ങനത്തെ പർപ്പസ്. പക്ഷേ SC3, SC4 ആണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് വെള്ളം ഒഴിക്കാൻ പറ്റും. ഇതിനകത്ത് സിംഗിൾ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വൺസ് ഓൺ ചെയ്ത് വെള്ളം ഒഴിച്ച് ഓൺ ചെയ്തതിന് ശേഷം പിന്നെ ഇതിനിടയ്ക്ക് പോയി തുറക്കാൻ നോക്കരുത്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിനകത്തൊരു വീല് വരുന്നുണ്ട്. ജസ്റ്റ് അത് നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അത് നിങ്ങൾ പിടിപ്പിക്കേണ്ടത് ഇവിടെ വെച്ച് ലോക്ക് ചെയ്യുക. ഓക്കെ, ഇത് ലോക്കായി. വീല് ഇവിടെ പിടിപ്പിക്കുക. ജസ്റ്റ് വീല് ഇവിടെ വെച്ചിട്ട് ലോക്ക് ചെയ്യുക. ഇവിടെ വെച്ച് ലോക്ക് ചെയ്യുക. ഇത് മൂവ് ചെയ്യുക. ടു പിൻ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് 1500 വാട്ട്സ് ആണ്. പവർ പ്ലഗിൽ തന്നെ കണക്ട് ചെയ്യണം. സാധാ പ്ലഗിലോ കൊടുക്കുകയോ ചെയ്യരുത്. എക്സ്റ്റൻഷൻ ബോർഡ് എടുക്കുകയാണെങ്കിലും 1.5 mm 3/4 വയർ തന്നെ കൊടുക്കുക. ഇതിന്റെ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ കൊടുത്ത് ഈ പ്ലഗും ഇതുമായിട്ട് എർത്തിന്റെ കണക്ഷനുമായിട്ട് സ്യൂട്ട് ചെയ്യുക. എന്നിട്ട് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിന് തുറന്നിട്ട്
അത് കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ശകലം വെള്ളം ഒഴിക്കുന്നു. എന്നിട്ട് ടൈറ്റ് ചെയ്യുന്നു. ടൈറ്റ് ചെയ്തതിനു ശേഷം പ്ലഗ് ഓൺ ചെയ്യുക. എന്നിട്ട് ഇതിനകത്ത് ഓൾറെഡി ഒരു പച്ച ഇത് കത്തും, ലൈറ്റ് കത്തിയതിനു ശേഷം. ഇത് ചൂടാവുന്ന ടൈം ഒരു 10 മിനിറ്റ്സ് എടുക്കും ഇതൊന്ന് ചൂടായി വരാൻ. എന്നിട്ട് നിങ്ങൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്റ്റീം വന്ന് തുടങ്ങും. അപ്പോൾ നമുക്ക് ഇനി അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം, നേരത്തെ ഇത് റെഡ് ആയിരുന്നു, ഇപ്പം ലൈറ്റ് എല്ലാം ഓഫായി. അപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനിലാണ് ഇപ്പം നിലവിൽ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ നമുക്ക് ഹോം വർക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓരോ നോസിൽസിന് പിടിപ്പിച്ച് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബേസിക് നോസിൽ. ഇതിനകത്ത് 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഹൈ പവർ, ഒന്ന് ലോ പവർ. ജസ്റ്റ് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫ്ലോ കുറവായിരിക്കും. പിന്നെയുള്ള ലോക്ക്. ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് അടുത്ത നോസിൽസ് നമ്മൾ ഇതിലാണ് പിടിപ്പിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, അത്യാവശ്യം ചൂടുണ്ടാവും, ജസ്റ്റ് നോക്കി വേണം. ഇത് നമുക്ക് വരുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഈ സാധനം. അതുപോലെ തന്നെ ജസ്റ്റ് ഇത് ഊരി തിരിച്ചതിന് ശേഷം ഇത്, അപ്പോൾ ഇത് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഊരി മാറ്റിയിട്ട് ഇത്, എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഈ കവറിങ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ അടുക്കളയിൽ ഈ എണ്ണ ചൂടാക്കുന്ന സ്ഥലങ്ങളെല്ലാം ഒരു മെഴുക് പോലെ കാണും. വെള്ളം വീഴുന്ന സ്ഥലത്തെല്ലാം ഒരു സോപ്പിൻ്റെ ഒരു പാട പോലെയാണ്. അതെല്ലാം നിങ്ങൾക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. ആ ഏരിയ എല്ലാം ജസ്റ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കാൻ പറ്റും. അതിനാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത് ബേസിക്കലി. അപ്പോൾ അങ്ങനത്തെ ആവശ്യത്തിന് നിങ്ങൾ ഇത് വെച്ച് യൂസ് ചെയ്യുക. ഇനി വരുന്നത് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന നോസിലാണ് പോകുന്നത്. 2 നോസിൽ എക്സ്റ്റൻഷൻ ലാൻസ് ഉണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട്, അതായത് ഇതെല്ലാം ഒരേ സ്ട്രെയിറ്റിലായിരിക്കണം, അല്ലെങ്കിൽ തിരിഞ്ഞു പോകും നമുക്ക്. അതിനുശേഷം നമ്മൾ ഈ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ജസ്റ്റ് ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്തു. കണ്ടില്ലേ, നമ്മൾ ഫ്ലോറാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. അതിൻ്റെ പുറത്ത് തന്നെ നിങ്ങൾക്ക് ഈ തുണിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വുഡൻ ഫ്ലോറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇടുക, ജസ്റ്റ് സെയിം തുടച്ചെടുക്കുക നന്നായിട്ട്. അപ്പോൾ അതിൻ്റെ പർപ്പസിനാണ് ഈ നോസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 1, 2, 3 നോസിൽസാണ് ഇതിൻ്റെ കൂടെ ആക്സസറീസ് ആയിട്ട് വരുന്നത്. ഇത് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് നോസിലാണ്. എന്തെങ്കിലും ഡൗട്ട് ഇതിനകത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ, എൻ്റെ നമ്പർ ഞാനത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റോറിൽ വന്നാൽ ഗ്ലോബ് എൻ്റർപ്രൈസസ് എന്ന് ഞങ്ങളുടെ സ്റ്റോർ ആയുർവേദ കോളേജിൻ്റെ അവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ സ്റ്റോർ www.globetools.in ലുണ്ട്. ഇല്ലെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു.